ദ വേർഡ് ഈസ് സ്പിരിറ്റ് ആൻഡ് ലൈഫ്. ദൈവവചനം ആത്മാവും ജീവനുമാകുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 6:63. ദൈവവചനത്തിൻ്റെ പ്രാധാന്യം, ദൈവവചനമാണ് ആത്മാവും ജീവനുമാണെന്നും ഈ വചനം, ഈ പുസ്തകത്തിലിരിക്കുന്ന വചനം ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും ഇത് ജീവനാണ്, ഇതിനകത്ത് ആത്മാവുണ്ട്. അപ്പോൾ ഈ ആത്മാവും വചനവും ആത്മാവും കൂടി എപ്പം മുട്ടുന്നോ ഒന്നിച്ചു ചേരുന്നു, അവിടെ സ്പാർക്കുണ്ട്, അവിടെ തീ വരും. എപ്പോൾ വചനവും പരിശുദ്ധാത്മാവും കൂടെ ഒന്നിച്ചു വരുന്നോ അവിടെ സ്പാർക്ക് വരും, അവിടെ തീ വന്നേ ഒക്കത്തുള്ളൂ, അത് ജീവനാകും. നമ്മളിപ്പം പറയുന്ന പോലെ ഈ ഇടിമിന്നലിനെ കുറിച്ച് പറയുമ്പം ഈ സമയത്ത് ഇപ്പം നമ്മൾ ജൂൺ ജൂലൈ നമുക്ക് നല്ല ഇടവപ്പാതി എന്ന് പറയും. അപ്പോൾ ഈ കിഴക്ക് പടിഞ്ഞാറൻ കാറ്റും വടക്കുനിന്ന് വരുന്ന കാറ്റും കൂടെ ഒന്നിച്ച് ഇടിക്കുമ്പം, ഒന്നിച്ചും കൂട്ടുമുട്ടുമ്പം അവിടെ ഇടിമിന്നൽ വരും, ആ തീ വരും, ആ വലിയ ശബ്ദം വരും. ഈ കാറ്റുകൾ, അതായത് ഇതിൻ്റെ മേഘം തമ്മിൽ ഇടിക്കുമ്പം പോസിറ്റീവും നെഗറ്റീവും കൂടെ ഒന്നിച്ചിടിക്കുമ്പോഴാണ് അവിടെ ഒരു പ്രകാശവും അവിടെ പിന്നെ ഒരു വലിയ ശബ്ദവും. ഇതുപോലെ വചനമെന്ന് പറയുന്ന വചനം തന്നെയായിട്ടിരുന്ന ഒരു ഗുണവും ഇല്ല. ആത്മാവിൻ്റെ തീ കത്തണം. അതെപ്പോഴാണ്, അതായത് വെൻ ദ അയൺ ഈസ് ഹോട്ട് യു ഹാവ് ടു ബീറ്റ് ഇറ്റ്. അതായത് എപ്പോൾ അയൺ, ഈ തുരുമ്പ് തീ കത്തി ചുമന്ന നിറമാകുമ്പം അടിച്ചോണം, കൊല്ലൻ അന്നേരം അടിക്കണം. അല്ലെങ്കിൽ അതിനെ ഏത് രൂപത്തിൽ കൊണ്ടുവരാനൊക്കത്തില്ല. ആ ചുമന്ന നിറത്തിൽ തീ കത്തി ഇങ്ങനെ ഇരിക്കുമ്പോൾ അടിക്കുമ്പോഴാണ് അവർ പിച്ചാത്തിയായിട്ടും വെട്ടോത്തിയായിട്ടും കുന്തമായിട്ടും വാളായിട്ടും ഒക്കെ ഉണ്ടാക്കുന്നതെന്ന് ഓർക്കണം. അപ്പം ചുമ്മാ ഇരിക്കുന്ന ഒരു ഇരുമ്പ് കഷ്ണം എടുത്തിട്ട് അതിനെ വാളാക്കണമെങ്കിൽ അതുപോലെ തീ കത്തിച്ച് അതിൻ്റെ കളറ് മാറ്റി രൂപാന്തരപ്പെടുത്തി, തീ അങ്ങനെ അറ്റത്ത് അതിൻ്റെ നിറം മാറി വരുമ്പം അതിനെ അടിച്ച് രൂപാന്തരപ്പെടുത്തുന്ന പോലെ തന്നെയാണ് ജീവിതത്തിൽ വചനം ഒരു സൈഡിലുണ്ട്. ഈ വചനം എത്ര എടുത്ത് വായിച്ചാലും പരിശുദ്ധാത്മാവിൻ്റെ തീ എത്തുന്നില്ല എങ്കിൽ വചനം കൊണ്ട് ഒന്നും നേടത്തില്ല. അപ്പം വചനവും ആത്മാവുമാണെന്ന് പറയുന്നത്, ഈ വചനം ജീവനും ആത്മാവുമാക്കി മാറ്റുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ചുമതല, പരിശുദ്ധാത്മാവ് സർവ്വവ്യാപി. പരിശുദ്ധാത്മാവെന്ന് പറയുന്ന തൃത്വത്തിൽ ഒരുവന്, പിതാപുത്ര പരിശുദ്ധാത്മാവിൽ മൂന്നാമനായിട്ട് നിൽക്കുന്നവൻ. പ്രാധാന്യം ആർക്കെന്നുള്ളതല്ല, ഇവർ മൂന്നും ഒരുപോലെ പ്രവർത്തിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകണം. അപ്പം വചനം യേശുവായിട്ട് നമുക്ക് കാണാം, പരിശുദ്ധാത്മാവ് നമുക്ക് തീയായിട്ടിപ്പോൾ കാണാം, പിതാവാം ദൈവം, സർവശക്തനായ ദൈവം നടുക്ക് നിൽക്കുകയാണ്. ഇവർ മൂന്ന് പേരുടെയും കൂടെ പ്രവർത്തനം വരുമ്പം ഭൂമിയിൽ അസാധ്യമായിട്ട് ഒരു കാര്യവും ഇല്ല. അസാധ്യമെന്നൊരു കാര്യം എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ ഇല്ലാഞ്ഞിട്ടും എന്തിനാണ് വിശ്വാസികൾ ഇത്രമാത്രം കഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചാൽ എവിടെയോ നമ്മൾ മനസ്സിലാക്കുന്നത് തെറ്റ്. നമ്മുടെ ഭൂമി മുഴുവനും പടർന്ന് ദൈവത്തിൻ്റെ വചനം കൊണ്ട് നിറയ്ക്കേണ്ട മക്കളാണ്. ഇപ്പോൾ ഈ അമേരിക്കയിലെ ഇംഗ്ലണ്ടിലെ ഒക്കെ നമ്മൾ നോക്കിയാൽ റിവൈവൽസ് നടക്കുന്നുണ്ട്. കോളേജുകളിലെ, സ്കൂളുകളിലെ, അതുപോലെ തന്നെ പബ്ലിക് സ്റ്റേഡിയത്തിലെയൊക്കെ thousands and thousands of people are coming to the Lord because somebody has initiated a time. മാറി, കാറ്റിൻ്റെ ഒരു ഗതി മാറി, കാലങ്ങളുണ്ട്. കാലം ഇപ്പോൾ ഒരു റിവൈവലിൻ്റെ ടൈമാണ്. ശരിയാണ്, പാപം പെരുകുന്നുണ്ട്. പാപം പെരുകുന്നിടത്ത് ദൈവത്തിൻ്റെ കൃപ അത്യന്തം അധികമായിട്ട് വരുമെന്ന് വചനം പറയുന്നതിനാൽ ഈ കാലയളവിൽ നമ്മൾ ഏത് കൂട്ടത്തിലാണ്? ചത്തിരിക്കുന്ന ഗ്രൂപ്പിലാണോ അത് ജീവൻ വെച്ച് മുൻപോട്ട് പോകുന്ന ഗ്രൂപ്പ്? അവനവനാണ് തീരുമാനിക്കേണ്ടത്. ഐ ബിലോങ് ടു ദ ലിവിങ് ഗോഡ്. ഈ ജീവനുള്ള, ഈ ജീവൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ചലിച്ചുകൊണ്ടിരിക്കും. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിക്കും. ചലിക്കുന്ന എല്ലാത്തിനും ജീവൻ വെപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ്. വൃഥാസമയം കളയുന്ന മക്കളോട്, രാവിലെ തൊട്ട് രാത്രി വരെ ദൈവവുമായിട്ട് കണക്ഷൻ ഇല്ലാതെ അധ്വാനിക്കുന്നവരോട് ദൈവത്തിൻ്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, കം ബാക്ക് ടു ദ ഫോൾഡ്. ഞാനാണ് നിൻ്റെ കാര്യം അന്വേഷിക്കുന്നത്, ഞാൻ കാര്യസ്ഥൻ തന്നെയല്ല, ഞാൻ നിൻ്റെ സൃഷ്ടാവുമാണ്. അപ്പം നമ്മൾ പറയുന്നത് ഹോപ്പ് ഇൻ ഗോഡ് ഈസ് ദ ബെസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ട്രൂ കറേജ്. ഹോപ്പ് ഇൻ ഗോഡ് ഈസ് ദ ബെസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ട്രൂ കറേജ്. യഥാർത്ഥ ബലം അല്ലെങ്കിൽ യഥാർത്ഥ ധൈര്യമെന്ന് പറയുന്നത് ദൈവത്തിലുള്ള പ്രത്യാശയാണ്.
ഞാൻ എൻ്റെ കഴിവുകൊണ്ട് ഞാൻ ഇത് ചെയ്തെടുക്കും, ഞാൻ എൻ്റെ കഴിവുകൊണ്ട് വലിയ 7 നല്ല മഹദിയാം ബാബിലോൺ ഉണ്ടാക്കും, ഞാൻ എൻ്റെ കഴിവുകൊണ്ട് അത് വാങ്ങിക്കുന്നൊക്കെ പറയുന്നവരെ അവർ കേൾക്കുമ്പോഴേ നമ്മൾ ഓർത്തോണമേ ഈ സീറോ, ഹീ സീറോ, ഷീ സീറോ. ഞാൻ എൻ്റെ കഴിവെന്ന് പറയുമ്പോഴേ ഓർക്കണേ, ഓരോ ഒറ്റ ശ്വാസത്തിന് തീരുന്നു. നമ്മൾ അബദ്ധങ്ങളാണ് വിളിച്ചു പറയുന്നത്. ഞാൻ എൻ്റെ കഴിവ്, എൻ്റെ പ്രാർത്ഥന, എൻ്റെ ഉപവാസം, ഇവിടെയൊക്കെ ഞാനെന്നുള്ളത് മരിക്കാതെ പരിശുദ്ധാത്മ ഒന്നും ചെയ്യത്തില്ല. ഞാൻ ഈ 3 ദിവസം ഞങ്ങൾക്കുള്ള പ്രാർത്ഥനാ കൂട്ടത്തിൽ എപ്പോഴും 3 ദിവസം ഉപവസിക്കുക, എല്ലാ മാസവും ജഡത്തിനെ മരിപ്പിക്കാൻ വേണ്ടി. എന്നിലുള്ള ഞാനെന്ന ഭാവത്തിനെ കുഴിച്ചു മൂടിയിട്ട് ദൈവത്തിൻ്റെ ആത്മാവുമായിട്ട് ചേരണമെങ്കിൽ കർത്താവിൻ്റെ അടുക്കൽ ബന്ധപ്പെട്ട് എന്ന് ഞാനെന്ന ചിന്തകൾ, ഞാനെന്ന ഭാവം എന്നിൽ നിന്ന് മാറണം. അത് ദൈവത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കുന്തോറും നമ്മളിലുള്ള ജഡീകത്വം മാറിയിട്ട് നമ്മളിലുള്ള ദൈവത്വത്തെ വലുതാക്കുമ്പോൾ, നമ്മൾ അവൻ്റെ പ്രതിച്ഛായയായിട്ട് മാറുമ്പോൾ പിന്നെ വലിയ ബഹളമൊന്നും വെക്കണ്ട, നമ്മൾ പറയുന്നിടത്ത് സംഭവിക്കും. നമുക്കിപ്പോൾ ഉറക്കെയൊന്നും പറഞ്ഞ് ബഹളം വെച്ച് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. രഹസ്യമായിട്ട് ഒരാളെ വിളിച്ച് പ്രാർത്ഥിച്ചാലും നടക്കും. കാരണം ഇത് പരിശുദ്ധാത്മാവാണ് ചെയ്യുന്നത്. എന്തൊരു ഈ ദൈവത്തിൻ്റെ ആത്മാവിനെ ആർക്കും തടസ്സപ്പെടുത്താനൊക്കത്തില്ല. ഇപ്പം ചൈനയിൽ ഏറ്റവും കൂടുതൽ റിവൈവൽ നടക്കുന്നത് നമ്മൾ കേൾക്കുന്നു. അതുതന്നെയല്ല, 2030 ആകുമ്പം ലോകത്തിലേക്കും കൂടുതൽ വിശ്വാസികൾ ചൈനയിലാണ് ഉണ്ടാകുന്നത്. പെർസിക്യൂഷൻ ഉള്ളിടത്ത് വിശ്വാസം വർദ്ധിക്കും. നമ്മൾ എത്ര പേരെ കാണുന്നു, എത്ര പേര് ദൈവത്തിലേക്ക് ആകർഷിക്കുന്നു ചോദിച്ചാൽ, അതായത് മുകളിൽ നിൽക്കുന്നവരും താഴെ നിൽക്കുന്നവരും ഒരുപോലെ ദൈവാത്മാവിലാകുന്നില്ലെങ്കിൽ സഭ വലുതാകത്തില്ല. കർത്താവ് പറയുന്നത്, ഗോ അൺടു ഓൾ ദ വേൾഡ് ആൻഡ് preach the good news. ഗുഡ് ന്യൂസ് എന്തുവാ? I have redeemed you from the curse of the devil. ഇല്ലേ? ഈ ആദത്തിൻ്റെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും അനുസരണക്കേടിൽ നിന്നും രക്ഷിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ നിൽക്കുമ്പോഴാണ് ഈ യോഹന്നാൻ്റെ 6:63 ഇങ്ങനെ വായിക്കുന്നത്. കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, 6:63, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ഉണ്ടോ? എന്താണ് പറയുന്നത്? ആത്മാവും ജീവനും. ഈ 6:53 ഈ 6:53 വാക്യങ്ങൾ ഇതിനെക്കൊണ്ട് ഇത് എത്ര പ്രാവശ്യം ഞാൻ 16 വർഷമായിട്ട് TV പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് തന്നെ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. പക്ഷെ ഓരോ പ്രാവശ്യം ഞാൻ പറയുമ്പോഴും ഇതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിപ്പോവുകയാണ്. ഒരു പ്രാവശ്യം എന്നെ നിന്ന നിലയിലല്ല, യാക്കോബിൻ്റെ ഗോവണിയിൽ കൂടെ കയറി പോയി യേശുവാകുന്ന ഗോവണി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ സ്വർഗമണ്ഡലത്തിൽ ക്രിസ്തുവിനൂടെ നിന്നാണ് ഇപ്പോൾ ഈ വചനം വായിക്കുന്നതെന്ന് ഓർക്കണം. പരിശുദ്ധാത്മ അങ്ങനെ തന്നെ പറയുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് 6:53 ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം തിന്നാതെ അവൻ്റെ രക്തം കുടിക്കാതെ ഇരുന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ജീവനില്ല. എന്ത് ജീവനാ? പുറത്തെ ജീവനല്ല, ഉള്ളിൽ ജീവൻ പകർന്നു കൊടുക്കുക. ഞാൻ പറയട്ടെ, ഭർത്താക്കന്മാർ, ഭാര്യമാരെ, മക്കളെ, ആൺമക്കളെ ആത്മാവില്ലെങ്കിൽ ദൈവം ചെയ്ത് അവരെ മനസ്സുകൊണ്ട് അവർ നമ്മുടെ അടുക്ക വന്ന് നിൽക്കുന്നതായിട്ട് കണ്ടിട്ട് അവരുടെ മേലേക്ക് ആത്മാവിനെ ഊതി കൊടുക്കുമെന്ന് പറഞ്ഞ് ഒന്ന് ഊതി നോക്കിക്കുക ഒരാഴ്ച. പരിശുദ്ധാത്മാ പ്രവർത്തിക്കുന്നത് കാണാം. കാരണം നമ്മൾ മുറിക്കകത്ത് ചെയ്യുന്നത് സ്വർഗസ്ഥനായ ദൈവമാണ് കാണുന്നത്. ആ മുറിക്കകത്ത് അടച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പം ദൈവമാണ് ഉത്തരം തരുന്നത്. കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയമാകുന്നു. എൻ്റെ മാംസം തിന്ന് എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. എന്നിലും ഞാൻ അവനിലും വസിക്കുവാൻ തക്കവണ്ണം ദൈവം എൻ്റെ കൂടെ വന്ന് നിൽക്കുന്നെന്നുള്ള ഉറപ്പ് കമ്മ്യൂണിയനിനകത്താണ് കിട്ടുന്നത്. അതാണ് എല്ലാ ഞായറാഴ്ചയും കമ്മ്യൂണിയൻ എടുക്കണം. നമ്മുടെയൊക്കെ ചർച്ചിൽ ഇപ്പം എല്ലാ ഞായറാഴ്ചയും കമ്മ്യൂണിയൻ എടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. മറ്റുള്ളവർക്ക് ചില ചർച്ചുകളിൽ ഗ്രൂപ്പായിട്ട് കമ്മ്യൂണിയൻ എടുക്കാൻ അവസരമുണ്ട്. കാത്തലിക്സിൻ്റെ അവിടെ എല്ലാ ദിവസവും ഉണ്ട്. പിന്നെ ഞാൻ അമേരിക്കയിൽ ചെന്നപ്പോൾ നമ്മുടെ മക്കൾ പോകുന്ന വെള്ളിയിൽ ചർച്ചിൽ അവർ മാസത്തിൽ ഒരിക്കലും എടുക്കും. അപ്പം ഞാൻ ചോദിച്ചു, ഇവിടെ കമ്മ്യൂണിയൻ ഇല്ലേ? അവർ പറഞ്ഞു അവർക്ക് എപ്പോഴും ഇല്ല. അപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. അങ്ങേയറ്റം വചനത്തിൽ നിൽക്കുന്നവരായിട്ടും യേശു ക്രിസ്തു വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങൾ എവിടെയെല്ലാം എൻ്റെ നാമത്തിൽ കൂടുന്നോ അവിടെ നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കുക, എൻ്റെ തിരുരക്തം കുടിക്കുക, ഞാനും നിങ്ങളുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കണം. ഇറ്റ് ഈസ് എ കമാൻഡ് ഫ്രം ദ ലിവിങ് ഗോഡ്. മനുഷ്യൻ്റെ നിയമങ്ങൾ മാറ്റി ഒച്ചിരും കൂടെ ഒന്ന് വിനയപ്പെട്ടിരുന്നെങ്കിൽ
ആത്മാവിലൊന്ന് വിനയപ്പെട്ടിരുന്നെങ്കിൽ, ലോർഡ് ഐ നീഡ് യു എവറി മോമെൻറ്റ്, എവറി സെക്കൻഡ് ഐ നീഡ് യു പറഞ്ഞെന്നൊന്ന് നോക്കുന്നേ. ദൈവം പല കാര്യങ്ങളും നമുക്ക് ചെയ്ത് തീർക്കാനും, ചെയ്തെന്നല്ല മനസ്സുകൊണ്ട് പോലും ചെയ്യാൻ പ്രയാസമുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അവയിലെല്ലാം നമ്മൾ ഒത്തിരി ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല. ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവേ, ഐ ഗിവ് ഇറ്റ് ടു യു, യു ആർ ദ മാസ്റ്റർ പ്ലാനർ, നീ അത് ചെയ്തെടുക്കാൻ വിശ്വസ്തനാണ്. പറഞ്ഞ് നോക്ക്. കർത്താവ് പരിശുദ്ധ. അതുകൊണ്ടാണ് ഈ ആവർത്തന പുസ്തകം 6:4 പറയുന്നത്, ഹിയർ യു ഓ ഇസ്രായേൽ, ഇസ്രായേലേ നീ ചെവി കൊണ്ട് കേൾക്ക്. ഞാനത് തന്നെയാണ് വിശ്വാസികളോട് പറയുന്നത്. ഒരുപക്ഷെ എൻ്റെ വചനം, ഞാൻ ഈ പറയുന്ന വചനം പരിശുദ്ധാത്മാവിൽ പറയുന്നത് ഒരു വലിയ ഗണത്തെ ചെന്ന് കൊള്ളുന്നുണ്ട്. എനിക്കറിയാം. കർത്താവിനോട് പറഞ്ഞു, പറന്നു പോകുന്ന കാക്ക പോലും നീ പറയുന്ന വചനം കേൾക്കുമെന്ന്. ആദ്യം TV തുടങ്ങിയപ്പം കർത്താവ് നീ പറഞ്ഞാൽ മതി, മാഗ്നറ്റ് പോലെ അവരെ മനുഷ്യരെ ആകർഷിക്കുന്ന ജോലി ഞാൻ ചെയ്തോളാം. അപ്പം ഞാൻ അനുസരണം മാത്രമേ ചെയ്യുന്നത്. ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്നത് 100% ഫെയ്ത്ത്ഫുള്ളായിട്ട് ദൈവവചനം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഓരോ വചനം ഓരോ പ്രാവശ്യം പറയുമ്പോഴും അയ്യോ, യാക്കോബിൻ്റെ ഗോവേണി കൂടെ നമ്മൾ മുകളിലോട്ട് കയറിയാണ്. നമുക്ക് താഴോട്ട് ഇറങ്ങാനൊക്കത്തില്ല. ബിക്കോസ് യു ആർ ക്ലൈംബിങ് അപ്സ്റ്റേഴ്സ്. ഇന്നലെ അല്ല, നമുക്കിപ്പോൾ ഇന്നിപ്പോൾ ഇരുന്നുകൊണ്ട് ഇന്നലത്തെ ജീവിതത്തിലോട്ട് പോകാൻ ഒക്കുമോ? എന്നാൽ പിന്നെ പല കാര്യങ്ങളും നമുക്ക് കറക്റ്റ് ചെയ്യാമായിരുന്നല്ലോ. പല മണ്ടത്തരങ്ങളും ചെയ്യാതിരുന്നേന് അതൊന്നും സാധിക്കത്തില്ല. കാലം കഴിഞ്ഞു. എല്ലാത്തിനും ഒരു കാലമുണ്ട്. കാലങ്ങളെക്കുറിച്ച് ഞാൻ വീണ്ടും വേറൊരു ദിവസം എടുക്കാം. അപ്പോൾ ഈ കാലങ്ങൾ മുൻപിൽ നീങ്ങിപ്പോകുമ്പോൾ സമയം നമ്മുടെ ടൈം ലൈൻ എന്ന് പറയും. സമയങ്ങൾ നമ്മുടെ മുമ്പിൽ നീങ്ങിപ്പോകുമ്പം നമ്മൾ ഇന്നലെ കഴിഞ്ഞത് ഒരു തോറ്റതാണെങ്കിൽ പോലും, ബലഹീനമാണെങ്കിൽ പോലും അതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോണായിട്ട് കണ്ടിട്ട് മുകളിലോട്ട് കയറിപ്പോൾ അവിടെ നിൽക്കാതെ കയറിപ്പോ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് നമ്മുടെ കൂടെ വന്ന് നിൽക്കുകയാണ്. ആത്മാവിൻ്റെ ചൈതന്യം പറയുന്നത് ജീവിപ്പിക്കുന്നു. അത് കർത്താവ് പറയുന്നതാണ്, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും കൊള്ളത്തില്ല. പിന്നെ എന്തിനാ ഈ മാംസത്തിന് വേണ്ടി ഇത്ര കടന്ന് ബന്ധപ്പെടുന്നത്? ദൈവവചനമാണ് ജീവിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിനേ ജീവനുള്ളൂ. കർത്താവ് പറയുന്ന വാക്യങ്ങൾക്ക് വലിയ അർത്ഥമാണ്. ജീവിപ്പിക്കുന്നത് ഒന്ന് കാര്യം, ആത്മാവ് മാത്രം. മാംസത്തിന് വേണ്ടി നീ എന്തുമാത്രം സമയമെടുക്കുന്നു? അതൊന്ന് നിർത്തിവെച്ച് എൻ്റെ അടുക്കലേക്ക് വാ എന്ന് വിളിക്കുമ്പോൾ അതൊരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു എഫേർട്ടാണ്. ഞാൻ ഇന്ന് ദൈവസന്നിധി അല്പം നേരം ഇരുന്നിട്ട് അന്നേരം കുറച്ച് നേരത്തേക്ക് ദയവ് ചെയ്ത് എന്നോട് ഈ ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ച്, പലപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഫോൺ എടുക്കൂല. പിന്നെ അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നിയെങ്കിൽ അത് വളരെ, ഞാൻ എപ്പോഴും പറയും, ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും ഞാനൊരു നല്ല കാര്യത്തിന് പോകുമ്പോഴും പരിശുദ്ധാത്മാവ് ആ ടൈമിൽ ആപത്ത് വരുത്താവുന്ന ഒരു ഫോണും വരുത്താൻ പോകുന്നില്ല. ആ ഫോണിൻ്റെ ഇൻചാർജ് നീയാണെന്ന് ഞാൻ പറയും. അതുകൊണ്ട് എനിക്ക് എന്തൊരു സ്വസ്ഥതയാണെന്നോ. രാത്രി കിടന്ന് വെപ്രാളം പിടിച്ച് അത് സംഭവിച്ചു, അങ്ങനെയൊന്നും ദൈവം സംഭവിപ്പിക്കത്തില്ലെന്ന്. ഈ ദൈവം നമ്മുടെ ജീവനുള്ള ദൈവമല്ലേ, അവൻ കൂട്ടുകാരനല്ലേ. ഓരോ ഫോൺ വരുമ്പോഴും ഓരോരുത്തർക്ക് രാത്രി നമ്മൾ ഈ പകൽ ചിലരെ വിളിച്ചാൽ എന്താ വിളിച്ചത് പേടിച്ചാണ് അവർ കേൾക്കുന്നത്. നമ്മൾ വിളിക്കുമ്പോൾ പല ക്രിസ്ത്യാനികളും ഞാൻ വിളിക്കുന്നുണ്ട്, അവർ വല്ല സ്വപ്നം കണ്ടു കാണും നമ്മളെക്കുറിച്ച്, അഴുക്കോ ചെത്തിയോ. അപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ ഏതാണ്ട് ആപത്ത് കേൾക്കുന്ന വിധത്തിൽ അവർ അയ്യോ എന്ത് പറ്റി, ഒന്നും പറ്റിയില്ലെന്ന്, എന്നാ നമ്മുടെ ദൈവം മാറിപ്പോയോ? അപ്പം നമ്മുടെ വിശ്വാസം ശരിയല്ല. നമ്മൾ അഴുക്ക് കണ്ടാൽ പോലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അത് മാറിപ്പോയി എന്ന് പ്രാർത്ഥിക്കാനുള്ള കൃപയോടുണ്ടാകണം. എന്തെല്ലാം ഈ സത്യദൈവത്തെ എത്രയോ ചെറുതാക്കി നമ്മളാക്കുന്ന, നമ്മുടെ ബുദ്ധിമണ്ഡലത്തിലാക്കി ചെറുതാക്കി വെച്ച് പ്രസംഗിച്ച് ദൈവത്തെ ചെറുതാക്കുന്നതിന് പകരം അവൻ്റെ മഹത്വം ഭൂമി മുഴുവനും പടർന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ചുറ്റുപാട് നിൽക്കുന്നു. അവൻ്റെ ആത്മാവ് പ്രവർത്തനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. വചനം അയക്കുമ്പോൾ അത് ചെന്ന് പ്രവർത്തിച്ചിട്ട് തിരിച്ചു വരുന്നു. അതുകൊണ്ടാണ് ഈ യാക്കോബിൻ്റെ ലാഡറിൽ, അതായത് ഗോവേണിയിൽ നദാനിയേലിനോട് ദൈവം പറഞ്ഞു, യാക്കോബിൻ്റെ ലാഡറിലും ദൂതഗണങ്ങൾ മുകളിലോട്ട് കയറിയും താഴോട്ട് ഇറങ്ങുന്നതാണ് പറഞ്ഞു. ഈ കർത്താവ് യോഹന്നാൻ നദാനിയേലിനോട് പറയുന്നു, നീ പിന്നെ ആ ഭാഗം വായിക്കാം. നദാനിയോട് പറയുന്നു, ഇതിൻ്റെ ഗോവേണി നീ 2 യേശു അവനോട് നദാനിയനോട് നദാനിയന് ചോദിക്കുന്നുണ്ട്, യേശുവിന് നസറത്തിൽ നിന്ന് വല്ല നന്മ വരുമോ എന്ന്. അപ്പോൾ യേശു പറഞ്ഞു, ഞാൻ നിന്നെ നേരത്തെ കണ്ടിരുന്നു അത്യവൃക്ഷം. അപ്പോൾ നദാനിന് അതിശയമായി. അപ്പോൾ യേശു പറഞ്ഞു, ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറക കൊണ്ട് നീ വിശ്വസിക്കുന്നു, നീ ഇതിനേക്കാൾ വലിയത് കാണുമെന്ന് ഉത്തരം പറഞ്ഞു. എന്നിട്ട് എന്താ വലുത് കാണുമെന്ന് പറഞ്ഞ്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും കണ്ട മനുഷ്യപുത്രൻ്റെ അടുക്കൽ, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും. അപ്പം ഇവിടെ ഉണ്ട് ഓൾറെഡി
ഇവർ കയറുകയും ഇവിടുന്ന് ദൂത് മേളിലോട്ട് കൊണ്ടുവന്ന് താഴോട്ട് വരുന്നു, കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണുമെന്ന് അവനോട് വന്നു. ഇത് നഥാനിയേലിനോട് പറഞ്ഞതാണ്. ഇത് തന്നെയാണ് യാക്കോബിനകത്ത് നടന്നതും. അതിൻ്റെ പൂർത്തീകരണം ക്രിസ്തുവാണ് നമ്മുടെ സ്വർഗത്തിലേക്കുള്ള ലാഡർ, അല്ലെങ്കിൽ നമ്മുടെ ഗോവേണി. അവൻ നഥാനിയേലിന് മനസ്സിലായോ എന്ന് എനിക്കറിഞ്ഞൂടാ അന്നേരം. പക്ഷേ ഇന്നിപ്പം വ്യക്തമായിട്ടും പറയുന്നു, ക്രിസ്തുവാണ് നമ്മുടെ സ്വർഗവാതിൽ. അവനാണ് നമുക്ക് വേണ്ടി സ്വർഗം സൃഷ്ടിച്ചിട്ട്, അവനാണ് പിതാവും നമ്മളുമായിട്ട് ഒറ്റ ബന്ധത്തിലേക്ക് ആക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥാ, നിൻ്റെ മുൻപിലേക്ക് കടന്നു വരുമ്പോഴും ഞങ്ങളുടെ ഹൃദയങ്ങളെ തീ കത്തിക്കണമേ എന്ന് പറഞ്ഞു. കർത്താവേ, ഹൃദയം തീ കത്താതെ ഒന്നും നടക്കത്തില്ല. ആരെന്ത് പറഞ്ഞാലും അപ്പച്ചൻ്റെ ആത്മാവ് വന്ന് സംസാരിക്കുമ്പം ആടുകൾ ശബ്ദം കേൾക്കും. എൻ്റെ ഈ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും. എൻ്റെ ആടെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആടാണ്. ആ കർത്താവ് പറയുന്നത് എൻ്റെ ആടുകൾ പിതാവ് നിയോഗിച്ച് അയച്ചവരെ എല്ലാം യേശു ക്രിസ്തു നേരിട്ട് വന്ന് പ്രാപിച്ചെടുത്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഞങ്ങളും ഉണ്ട്. യോഹന്നാൻ്റെ 17 പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ ഞങ്ങളെ അപ്പച്ചൻ കണ്ടു കഴിഞ്ഞു, ഞങ്ങളുടെ തലമുറകളെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ ഉലകസ്ഥാപനത്തിന് മുൻപേ മുൻ നിയമിച്ചവരായി ഞങ്ങളെ വിളിച്ച് മാറ്റി നിൻ്റെ വചനം പറയുവാനും അതിൽ സന്തോഷിപ്പാനും അല്പകാലം ഭൂമിയിൽ നിൽക്കുമ്പം അത് വിശുദ്ധിയോടെ ചെയ്തു തീർക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവേ, ഭൂമിയുടെ അറ്റത്തോളം നിൻ്റെ വചനം പടർന്നു പോകണം. ഈ അയക്കുന്ന വചനം ഭൂമിയുടെ കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് ചെന്ന് കൊണ്ടിട്ട് ഉത്തരങ്ങളുമായിട്ട് തിരിച്ചു വരട്ടെ അപ്പച്ച. എൻ്റെ വചനവും ആത്മാവും കൂടെ ചേരുമ്പോൾ അവിടെ ഒരു തീ ഉണ്ടാകുന്നു, അവിടെ ജീവനുണ്ടാകുന്നു. അതിന്നോട്ട് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിന് നന്ദി. പ്രാർത്ഥനയോട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നു നാമത്തിൽ തന്നെ. ആമേൻ.